നിനക്കൊരു കാര്യം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് പർവ്വതങ്ങൾക്കിടയിലാണെങ്കിലും എനിക്ക് കിട്ടും. അഥവാ ഇനി വിധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ചുണ്ടിൻ്റെ ഇടയിലാണെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുന്ന പറഞ്ഞ പോലെ എന്നിട്ടാ ഇന്നത്തെ എൻ്റെ ബേക്കിംഗ് ജേണിയിലെ ഒരു അവസ്ഥ. നിങ്ങൾക്ക് എന്നെ പോലെ തമ്മിൽ കാണാത്ത ഫ്രണ്ട്സുകളുണ്ടാ. അപ്പം എനിക്കുണ്ട് കേട്ടാ. അങ്ങനെ അതിലൊരു ഫ്രണ്ട് എൻ്റെ ഈ ഒരു ബ്രൗണീൻ്റെ കുറേ ഫോട്ടോസും കാര്യമെല്ലാം കണ്ടപ്പോഴേ കേക്ക്സിൻ്റെ എല്ലാം കണ്ടപ്പോഴേ എനിക്ക് ഇങ്ങനെ മെസ്സേജ് എല്ലാം ചെയ്യും. അടുത്താണെങ്കിൽ ഞാൻ വാങ്ങും, അങ്ങനെ ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞ് കൊണ്ടുതരുമോ എന്നെല്ലാം ചോദിച്ചിട്ട് ആൾ കുറച്ച് ദൂരമാണ്. അങ്ങനെ ഇപ്പോൾ പിന്നെ ബ്രൗണിയും കാര്യമെല്ലാം കൊറിയർ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ അല്ലേ. അപ്പോൾ ആൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ എനിക്കിങ്ങനെ ബ്രൗണി വേണം, കൊറിയർ ചെയ്യുമോയെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞ് ഓക്കെ ചെയ്യാമെന്ന്. ആൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റും കാര്യമെല്ലാം അയച്ചെന്ന്. അതിൻ്റെ കൊറിയർ ചാർജ് എത്രയാവും നോക്കിയിട്ട് അതും അതും അയച്ചു തരാമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ എല്ലാ പേയ്മെൻറ്റും അയച്ചു തന്നു. അപ്പോൾ ആൾ 4 days കഴിഞ്ഞാൽ ഗൾഫിൽ പോവാന്ന്. അപ്പോൾ അതിന് മുന്നേ കിട്ടണം. അപ്പോൾ ആൾ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത് കൊറിയർ ഒരു 1-2-3 daysൻ്റെ ഉള്ളിൽ കിട്ടുന്നല്ലേ, പ്രശ്നമില്ലാതെ ചെയ്തു എന്ന്. അങ്ങനെ ഞാൻ നേരെ ബ്രൗണിയിൽ ഉണ്ടാക്കി കൊറിയർ സർവീസിൽ പോയപ്പോൾ അവർ പറഞ്ഞ് DTDCയിൽ പോയപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഇന്ന് കൊറിയർ ചെയ്യുന്നില്ല, ഇങ്ങനെ നേരെ ഫ്രണ്ടിലുണ്ട്, അവിടെ പോയിട്ട് അവരോട് പറഞ്ഞു തന്നു. അങ്ങനെ അവിടെ പോയിട്ട് പേയ്മെൻറ്റും കാര്യമെല്ലാം ചെയ്ത് അവർ ചോദിക്കുമ്പോൾ അവർ ഒരൊറ്റ ദിവസം കൊണ്ട് എത്തുന്നു. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു എടാ പേടിക്കേണ്ട, നാളെ തന്നെ കിട്ടും. അപ്പോൾ ആൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതിങ്ങനെ പെട്ടെന്ന് കിട്ടുമല്ല, ആ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടില്ല ആ ഒരു ഇതിലാണുള്ളത്. നീ ഉണ്ടാക്കിയതില്ല, എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയില്ല, അതിൻ്റെ ആ ഒരു ടേസ്റ്റിൽ അറിയണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര. ഇത് നാളെ എത്തുന്ന പറഞ്ഞ സാധനം നാളെയല്ല മറ്റന്നാളല്ല പിറ്റന്നാളായിട്ടും എത്തിയിട്ട്. ബാക്കി സ്റ്റോറി നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ.